ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവിലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാത്രിപുരസുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. നമുക്ക് ലളിതാ സഹസ്രനാമത്തിലെ 25 നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ ഇതുവരെ അനുസ്മരിച്ച് കഴിഞ്ഞത്. ഇനി 26-ാമത്തെ നാമം. കർപ്പൂരവീടികാമോദ സമാകരിഷദ്ദിഗന്ധരായൈ നമ. കർപ്പൂര വെറ്റില മുറുക്കി അന്യ ദിക്കുകളെപ്പോലും ആകർഷിക്കുമാറുള്ള സൗരഭ്യത്തോടുകൂടി ഉല്ലസിച്ചിരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ സാമാന്യാർത്ഥം. അപ്പോൾ ആരോഗ്യദായകമായിട്ടുള്ള അല്ലെങ്കിൽ സുരഭിലവുമായിട്ടുള്ള പല ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് ഈ കർപ്പൂര വീടിക എന്ന് പറഞ്ഞാൽ. വീടിക എന്ന് പറഞ്ഞാൽ താമ്പൂലം എന്നാണ് അർത്ഥം. അപ്പോൾ അതെന്തൊക്കെയായാലും ചേർക്കണമെന്ന് വെച്ചാൽ ഏലക്ക, ഇലവങ്ങം, കർപ്പൂരം, കസ്തൂരി, മാതളല്ലി, ജാതിക്ക, ജാതിപത്രി, അടയ്ക്ക, നാളികേരം, കുരുമുളക്, ചുക്ക്, ചുണ്ണാമ്പ്, കൃഷ്ണതുളസി തുടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങൾ ചേർത്ത് വെറ്റില ചുരുളാക്കിയതിനെയാണ് കർപ്പൂര വീടിക എന്ന് പറയാറുള്ളത്. അപ്പോൾ ദേവി വെറ്റില മുറുക്കുന്നതിൻ്റെ സൗരഭ്യം അന്യ ദിക്കുകൾ വരെ എത്തുകയും അവിടെ ഉള്ളവരൊക്കെ ദേവിയുടെ പ്രസാദത്തിന് വേണ്ടിയിട്ട് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഈ നാമത്തിൻ്റെ താല്പര്യം. ഇനി 27-ാമത്തെ നാമം. നിജസല്ലാഭമാധുര്യ വിനിർഭത്സിത കച്ചപ്യൈ നമ. കച്ചപി എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ വീണയാണ്. അപ്പോൾ ആ വീണയുടെ തന്ത്രീലയത്തെ പോലും വെല്ലുന്ന സ്വന്തം സല്ലാഭമാധുര്യത്തോടു കൂടിയവൾ എന്ന് നാമത്തിൻ്റെ അർത്ഥം. വാഗ്ദേവതയായിട്ടുള്ള സരസ്വതിയുടെ വീണയ്ക്ക് ഉള്ള നാദമാധുരി പോലും ദേവിയുടെ സ്വതേയുള്ള സല്ലാപത്തിൻ്റെ ലയമാധുരിക്ക് താഴെയാണ് എന്നുള്ള സൂചനയാണ് ഇതിലൂടെ കാണുന്നത്. ആചാര്യസ്വാമികളുടെ സൗന്ദര്യലഹരിയിലെ 66-ാമത്തെ ശ്ലോകത്തിൽ ഇത് വിസ്തരിച്ച് പറയുന്നുണ്ട് അല്ലേ. വിഭഞ്ജ്യാഗായന്തി വിവിധമവദാനം പശുപതേസ്ത്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനേ തയ്യേർമാധുര്യൈരവലപിത തന്ത്രീകളാരവം നിജാം വീണാം വാണി നിപുളയതി ചോളേന നിർഭൃതം എന്നാണ് സൗന്ദര്യലഹരിയിലെ ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. അല്ലയോ മഹാദേവി, പരമശിവൻ്റെ അവദാനങ്ങളെ വീണയിൽ പ്രകീർത്തിക്കുന്ന സരസ്വതീ ദേവി അവിടുന്ന് തലകുലുക്കി പ്രശംസാവചനങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ ശബ്ദമാധുര്യാൽ അപഹസിക്കപ്പെട്ട തന്ത്രീ ശബ്ദത്തോടുകൂടിയ തൻ്റെ വീണയെ മൗനമായിരിക്കത്തക്കവണ്ണം മൂടുപടം കൊണ്ട് മൂടുന്നു എന്നാണ് ആ 66-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ അമ്മയുമായിട്ട് സംസാരിച്ചിരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള പുണ്യാത്മാക്കൾക്ക് ദേവിയെ പറ്റിയിട്ടുള്ള ഈ വിശേഷണം അന്വർത്ഥമാണെന്ന് ബോധ്യപ്പെടും. സംസാരികളായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികരായിട്ടുള്ള നമുക്കൊന്നും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയായിരിക്കാം. അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ നാരദ മഹർഷിയുടെ വീണയ്ക്ക് മഹതി എന്നും തുമ്പുര മുനിയുടെ വീണയ്ക്ക് കലാവതി എന്നും വിശ്വാവസുവിൻ്റെ വീണയ്ക്ക് ബൃഹതി എന്നും പേരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സരസ്വതിയുടെ വീണയുടെ പേര് നമ്മൾ അനുസ്മരിച്ചുല്ലോ, കച്ചപി. അപ്പോൾ ഓരോരുത്തരും കൊണ്ടു കിടക്കുന്ന വീണ ആകൃതിയിൽ ഒരുപോലെയാണെങ്കിലും വ്യത്യസ്ത നാമങ്ങളിലാണ് അതെല്ലാം അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി 28-ാമത്തെ നാമം. മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസായൈ നമ. കാമേശൻ്റെ മനസ്സിനെ പോലും തൻ്റെ മന്ദസ്മിതത്തിൻ്റെ പ്രഭാപൂരത്തിൽ ആഴ്ത്തിക്കളയുന്നവൾ എന്നാണ്. കാമേശൻ എന്ന് പറഞ്ഞാൽ സദാശിവൻ. അപ്പോൾ കാമനെ വെല്ലുന്ന ആളാണ് കാമേശൻ. എന്നാൽ ആ കാമേശന് പോലും ദേവിയുടെ മന്ദസ്മിതം മോഹപാരവശ്യം നൽകുന്നു എന്നാണ് ഈ നാമത്തിലൂടെ വരുന്ന ധ്വനി. അപ്പോൾ കാമം എന്ന് പറഞ്ഞാൽ കാമകലയുടെ ബിന്ദു എന്ന് തന്ത്രശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ കാമകല സൂര്യമണ്ഡലത്തിലെ അഗ്നിയും ചന്ദ്രനുമാണ് എന്നാണ്. കാമബിന്ദു തന്നെയാണ്
കലാബിന്ദുവും. അപ്പോൾ രണ്ടും രണ്ടാണെന്ന് പറയുന്നവർക്ക് കാമബിന്ദു അഗ്നിയും കലാബിന്ദു ചന്ദ്രനുമാണ് എന്നൊരു പക്ഷാന്തരമുണ്ട്. അപ്പോൾ കാമബിന്ദുവിൻ്റെ ഈശനും പരമേശ്വരൻ തന്നെയാണ്. ആ നിലയ്ക്ക് ദേവിയുടെ മന്ദസ്മിത പ്രഭാപൂരം കാമേശൻ്റെ മാനസത്തെ മോഹിപ്പിക്കുന്നതാണ് എന്ന് ഉള്ള കൽപ്പന ആലോചനാമൃതം തന്നെയായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ഇനി 29ാമത്തെ നാമം അനാകലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിതായൈ നമ. ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത മട്ടിൽ അത്രമാത്രം അതുല്യമായിട്ടുള്ള രൂപസൗന്ദര്യമാണ് ദേവിയുടെ താടിഭാഗത്തിനുള്ളത്. അങ്ങനെ ഉള്ള താടിയോടുകൂടി ശോഭിക്കുന്നവൾ എന്നാണ്. അനാകലിത സാദൃശ്യം എന്ന് പറഞ്ഞാൽ കലിതമല്ലാത്ത സാദൃശ്യം എന്നാണ്. ഒന്നിനോടും ഉപമിക്കാൻ തരമില്ലാത്തത്. ചിബുകം എന്ന് പറഞ്ഞാൽ താടിയാണ്, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. അപ്പം ചുബുകെന്നും ഒരു പാഠഭേദം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അർത്ഥഭേദമില്ല, അർത്ഥം ഒന്ന് തന്നെയാണ്. തവ ചുബുക മൗപപ്യമ്യരഹിതം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യലഹരിയിൽ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അടുത്ത ശ്ലോകമായിട്ടുള്ള 67ാമത്തെ ശ്ലോകത്തിലും പ്രത്യേകം എടുത്ത് വർണ്ണിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പാഠഭേദം വാക്കുകൾക്കേ ഉള്ളൂ, അർത്ഥത്തിന് ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇനി 30ാമത്തെ നാമം കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിതഗന്ധരായൈ നമ. കാമേശൻ കെട്ടിയ മംഗല്യസൂത്രത്താൽ അഴകാർന്ന കഴുത്തോടുകൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഗന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്ത്, ബദ്ധം എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ടത് എന്നാണ്. അപ്പോൾ ലളിതോപാഖ്യാനത്തിൽ ദേവിയുടെ വിവാഹം വളരെ വിസ്തരിച്ച് തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. ലഘുവായിട്ടുള്ള രീതിയിൽ നമ്മൾ ആദ്യത്തെ ദിവസം അനുസ്മരിച്ചതാണ്. ചിതഗ്നികുണ്ഡ സംഭൂതിയായിട്ടുള്ള ദേവിക്ക് അനുരൂപനായിട്ടുള്ള വരൻ ആരെന്ന് ദേവന്മാരെ ആലോചനാമഗ്നായിരിക്കുന്ന അവസരത്തിൽ ത്രിമൂർത്തികൾ ദേവിയുടെ മുന്നിലെത്തിയെന്നും തങ്ങളിൽ ഇഷ്ടമുള്ള ആളിനെ വരിക്കാൻ നിർദ്ദേശിച്ചു എന്നാണ്. അപ്പോൾ ദേവി ഒരു വരണമാല്യം എടുത്ത് ആകാശത്തിലേക്ക് എറിഞ്ഞു എന്നും അത് കാമേശൻ്റെ കഴുത്തിൽ പതിച്ചു എന്നും അതനുസരിച്ച് കാമേശൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ ദേവിയുടെ കഴുത്തിൽ മംഗല്യസൂത്രം ബന്ധിച്ചു എന്നാണ് ആ ലളിതോപാഖ്യാനത്തിലുള്ള കഥയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ അനുസ്മരിച്ചതുമാണ്. അന്ന് കാമേശൻ ചാർത്തിയ ആ മംഗല്യസൂത്രത്തിൻ്റെ 3 ഇഴകൾ ഇന്നും ദേവിയുടെ കഴുത്തിലെ 3 ഞൊറിവുകളായിട്ട് ശോഭിക്കുന്നു എന്ന് ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിലും വർണ്ണിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ശിവൻ ദഹിപ്പിച്ച് കളഞ്ഞ കാമദേവന് പുനരുജ്ജീവനം നൽകിയതും ആ മംഗല്യസൂത്രമാണ് എന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുണ്ട്. അതും ഇത്തരത്തിൽ ഇവിടെ സ്മരണീയമാണ് എന്ന് തോന്നുന്നു. ഏതായാലും വധുവിനെ താലി ചാർത്തുക എന്നുള്ള ആചാരം എന്നാണ് ആരംഭിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ യുഗാന്തരങ്ങളായിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കാര സ്രോതസ് അവിച്ഛിന്നധാരയായിട്ടൊഴുകുന്നു എന്നല്ലേ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു നടപടിക്രമമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി 31ാമത്തെ നാമം കനകാംഗതകേയൂര കമനീയ ഭുജാന്നിതായൈ നമ. കനകനിർമ്മിതങ്ങളായ അംഗതങ്ങളാലും കേയൂരങ്ങളാലും കമനീയമാക്കപ്പെട്ട ഭുജങ്ങളോടുകൂടിയവൾ. അംഗതവും കേയൂരവും തോൾവള തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കൈമുട്ടിന് തൊട്ട് മേലെ ചാർത്തുന്നത് അംഗതവും തോളോട് ചേർന്ന് ഉയർന്നു കാണുന്നത് കേയൂരവുമാണെന്നുള്ള വ്യത്യാസമുണ്ട്. രണ്ടിനും ആകൃതി വ്യത്യാസമുണ്ട്. അപ്പോൾ ദധാനം, നാഗവലയ, കേയൂരാംഗത മുദ്രിക എന്ന് ശിവധ്യാനത്തിൽ നമ്മൾ വർണ്ണിച്ച് കാണാറില്ലേ. അപ്പോൾ ആ കേയൂരത്തിൻ്റെ അല്ലെങ്കിൽ ആ ആഭരണത്തിൻ്റെ വിശേഷതകളാണ് ആ നാമത്തിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. ഇനി 32ാമത്തെ നാമം രത്നഗ്രൈവേയ ചിന്താകലോലമുക്താഫലാന്നിതായൈ നമ. രത്നഖചിതമായിട്ടുള്ള കണ്ഠശരം ചാർത്തി അതിലെ പതക്കത്തിൽ ഇളകിത്തുടിക്കുന്ന മുത്തുമണികളുടെ തിളക്കത്താൽ അഴകാർന്ന കണ്ഠത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ സാമാന്യർത്ഥമായിട്ട് വരുന്നത്. ഗ്രൈവേയം എന്ന് പറഞ്ഞാൽ കണ്ഠശരം എന്നാണ്. അപ്പോൾ കണ്ഠശരം എന്ന് പറയുന്ന ആഭരണ വിശേഷം, മാല, ചിന്താകം എന്ന് പറഞ്ഞാൽ പതക്കം, ലോലമുക്താഫലം എന്ന് പറഞ്ഞാൽ ഇളകിയാടുന്ന മുത്തുമണി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ രത്നഖചിതമായിട്ടുള്ള കണ്ഠശരം ചാർത്തി അതിലെ പതക്കത്തിൽ ഇളകിത്തുടിക്കുന്ന മുത്തുമണികളുടെ തിളക്കത്താൽ അഴകാർന്ന കഴുത്തോടു കൂടിയവൾ
എന്ന് നാമത്തിനർത്ഥം. ഗ്രൈവേയ ചിന്താകലോലമുക്ത ഫലാന്വിത എന്നതിൽ നിന്ന് ഗ്രൈവേയ ചിന്ത, ലോല, മുക്ത തുടങ്ങിയിട്ടുള്ള പദങ്ങൾ വേർതിരിച്ച് 3 തരം ഭക്തന്മാരെ പരാമർശിക്കുന്നതായിട്ടും ശ്രീ ഭാസ്കരരായർ എന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൈവേയ ചിന്തകന്മാർന്നോ, ലോല ചിന്തകന്മാർ, മുക്തചിന്തകന്മാർ എന്നിങ്ങനെ ചിന്തകന്മാരെ 3ആയിട്ടാണ് അദ്ദേഹം ഭാവന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദേവിയെ ഹൃദയത്തിൽ ദൃഢമായി ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്തവരാണ് ഗ്രൈവേയ ചിന്തകന്മാർ എന്നാണ്. പ്രാപഞ്ചിക വിഷയങ്ങളിലുള്ള ആസക്തിയോടുകൂടി ദേവിയെ ഉപാസിക്കുന്നവരാണ് ലോല ചിന്തകന്മാരെന്നും, നിഷ്കാമമായിട്ട് ദേവി ഉപാസന ചെയ്യുന്ന ഭക്തന്മാരാണ് മുക്തചിന്തകന്മാരെന്നും, ഇവരെ അധമം, മധ്യമം, ഉത്തമം എന്നും 3ആയിട്ട് പിന്നെയും വിഭജിച്ച് കാണുന്നുണ്ട്. അപ്പോൾ വാസനാഭേദമാണ് ഇവിടെ പ്രധാനം എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് ഗ്രഹിക്കണം. ഏതു പ്രകാരം ഉപാസിക്കുന്ന ഭക്തനും ദേവി അതാത് ഫലം പ്രദാനം ചെയ്യുന്നു എന്നുള്ള പ്രത്യേകതയും അതിലുണ്ട്. അത് പുരാണങ്ങളിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാലും വിശിഷ്യ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നില്ലേ, ഏ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ആരെല്ലാം ഏതേത് പ്രകാരം എന്നെ ശരണം പ്രാപിക്കുന്നുവോ അവരെയെല്ലാം അതാത് ഫലം നൽകി ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് ഗീതയിൽ ഭഗവാൻ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു തന്നിട്ടുള്ളതും ഈ നാമത്തിൻ്റെ ആ ഒരു ഭാവം വരുമ്പോൾ നമുക്ക് അനുസ്മരിക്കാവുന്നതാണ്. അടുത്തത് 33ാമത്തെ നാമമാണ്. കാമേശ്വര പ്രേമരത്നമണി പ്രതിവണസ്ഥനീ സ്തന്യൈ നമ. പരമേശ്വരൻ്റെ പ്രേമമാകുന്ന രത്നത്തിന് പകരമായി സ്തനരൂപമായ സ്തനങ്ങളെ സമർപ്പിച്ചവൾ എന്നാണ് നാമത്തിന് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ കാമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശ്രീപരമേശ്വരനാണ്. പ്രേമരത്നമണി എന്ന് പറഞ്ഞാൽ പ്രേമമാകുന്ന വിശിഷ്ട രത്നമാണ്. പ്രതിപണസ്തനി പകരമർപ്പിച്ച സ്തനങ്ങളോട് കൂടിയവൾ. അപ്പോൾ മണി എന്ന പദം പ്രേമരത്നത്തിനും സ്തനത്തിനും ചേർത്ത് അന്വയിക്കാം എന്നാണ്. അപ്പോൾ ശ്രീപരമേശ്വരൻ്റെ ഭക്തിപ്രകർഷം കണ്ട് ദേവി തൻ്റെ സ്തനങ്ങളെ അദ്ദേഹത്തിന് ആരാധനീയങ്ങളാക്കി തീർത്തു എന്നാണ് താല്പര്യം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്രീഡാർത്ഥമല്ല അതിൽ എടുക്കേണ്ടത്, മറിച്ച് ആരാധനാർത്ഥത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ ശിവൻ പ്രേമമെന്ന ഒരു രത്നം നൽകിയപ്പോൾ ദേവി സ്തനമെന്നും പാതിവൃത്യമെന്നും 2 രത്നങ്ങൾ പകരം നൽകി എന്നാണ് അഭിജ്ഞന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അതിനെപ്പറ്റി വിവക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇനി 34ാമത്തെ നാമം. നാഭ്യാലവാലരോമാളീലതാഫലകുജദ്വയൈ നമ. നാഭ്യാലവാലം എന്ന് പറഞ്ഞാൽ നാഭിച്ചുഴി എന്നാണ്. അപ്പോൾ രോമാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോമനിര എന്നാണ്. അപ്പോൾ നാഭിയാകുന്ന ചുഴിയിൽ നിന്നും അല്ലെങ്കിൽ നാഭി തടത്തിൽ നിന്നും വളർന്നുയരുന്ന നേർത്ത രോമരാജിയാകുന്ന ലതയിൽ കായ്ച്ച കനികളാകുന്നു ദേവിയുടെ 2 സ്തനങ്ങൾ, അല്ലെങ്കിൽ ആ സ്തനങ്ങളോട് കൂടിയവൾ എന്നൊക്കെ നമുക്ക് ഭാവന ചെയ്യാവുന്നതാണ്. അപ്പോൾ വാത്സല്യത്തിൻ്റെ അമൃതം ചുരത്തുന്നതാണ് അമ്മയുടെ മാരടങ്ങൾ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി 35ാമത്തെ നാമം. ലക്ഷ്യരോമലതാധാരാദാസമുന്നേയമധ്യമാം. രോമരാജി കാണപ്പെടുന്നു എന്നുള്ളതിനാൽ അതിനൊരു ആധാരം ഉണ്ടായിരിക്കണമല്ലോ. അത് നമ്മൾ ഊഹിച്ചു മാത്രം അറിയാൻ കഴിയുന്ന അരക്കെട്ടോടു കൂടിയവൾ എന്നാണ്. അപ്പോൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നതായ, രോമലതാധാരാത എന്ന് പറഞ്ഞാൽ രോമലതയ്ക്ക് ആധാരമായത്, ഉന്നേയം എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ കഴിയുന്നത് എന്നാണ്. മധ്യമ എന്ന് പറഞ്ഞാൽ മധ്യത്തോടു കൂടിയവൾ. അപ്പോൾ അരക്കെട്ട് അത്രമാത്രം കൃശതരമാണ് എന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ അനുസ്മരിച്ചിട്ടുള്ളത് പോലെ തന്നെ സാമുദ്രിക ശാസ്ത്രത്തിൽ സൗന്ദര്യത്തിന് ഒതുങ്ങിയ കൃശമായിട്ടുള്ള അരക്കെട്ടാണ് ഏറ്റവും ഉത്തമമായിട്ട് അല്ലെങ്കിൽ സൗന്ദര്യ ലക്ഷണമായിട്ട് പറയാറുള്ളത് എന്നുള്ളതാണ്. ഇനി 36ാമത്തെ നാമം. സ്തനഭാരതളന്മധ്യ പട്ടബന്ധവലിത്രയായൈ നമ. സ്തനങ്ങളുടെ ഭാരത്താൽ ദളത്തായ എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു വീഴാൻ പോകുന്ന മധ്യഭാഗത്തിന്, അതായത് വയറിന് പട്ടബന്ധം കെട്ടിയ മട്ടിലുള്ള
3 വലിയോട് കൂടിയവൾ. കൃശോദരികളായിട്ടുള്ളവർക്ക് വയറിൽ 3 ഞൊറിവുണ്ടായിരിക്കുന്നതും സാമുദ്രിക ലക്ഷണശാസ്ത്ര പ്രകാരം സൗന്ദര്യത്തിന് പ്രകർഷമാണ് എന്ന് കാണാം. അപ്പോൾ ദേവിയുടെ ഉദരഭാഗത്തെ തങ്കഞ്ഞൊറിവുകൾ മാറുകളുടെ ഭാരം താങ്ങാനാകാതെ ഒടിഞ്ഞു പോകാവുന്ന മധ്യഭാഗത്തിന് താങ്ങായി കെട്ടിയ 3 സ്വർണ്ണ ചരടുകളാണോ എന്ന് തോന്നിപ്പിക്കുമാറുള്ളത്, അല്ലെങ്കിൽ എന്ന് തോന്നും എന്നൊക്കെയാണ് അർത്ഥമായിട്ട് വരിക. ഇനി 37ാമത്തെ നാമം അരുണാരുണ കൗസുംഭ വസ്ത്രഭാസോത്കടീതടീ. അരുണനെ പോലെ അരുണവർണ്ണമുള്ള കുസുംഭപുഷ്പങ്ങളുടെ ചാറിൽ നിറം പിടിപ്പിച്ച വസ്ത്രം കൊണ്ട് ഭാസ്വത്തായ കടീതടത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിനർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ കുസുംഭപ്പൂവിൻ്റെ ചാറ് കൊണ്ട് വസ്ത്രങ്ങൾക്ക് ചുവപ്പ് നിറം പിടിപ്പിക്കാറുണ്ട് എന്നാണ് പഴയ കാലത്തൊക്കെ. അപ്പോൾ കുസുംഭത്തിന് കുയുമ്പ എന്നൊരു നാടൻ ശൈലിയിലും പറയാറുണ്ട്. അപ്പോൾ ഭാസ്വത് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത്, കടീതടം എന്ന് പറഞ്ഞാൽ അരക്കെട്ടാണ്. കടും ചുവപ്പും മഞ്ഞയും വസ്ത്രങ്ങളാണ് ദേവിക്ക് പ്രിയമെന്ന് നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ പീതവസ്ത്രം എന്ന് പറയാറുണ്ട്, രക്താംശുകധാരിണി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ദേവിയുടെ വസ്ത്രത്തിൻ്റെ ഭംഗിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇനി 38ാമത്തെ നാമം രത്നകിങ്കിണികാരമ്യരശനാധാമഭൂഷിത. രത്നം കൊണ്ടുള്ള അലങ്കാരമണികൾ കോർത്ത് മൂടി വരുത്തിയ രശനാധാമം കൊണ്ട് വിഭൂഷിതയായവൾ എന്നാണ്. രശന എന്ന് പറഞ്ഞാൽ അരഞ്ഞാണമാണ്, ധാമം എന്ന് പറഞ്ഞാൽ കയറാണ് അല്ലെങ്കിൽ ചരടാണ്. ഈ അരഞ്ഞാൻ കച്ചപ്പുറത്ത്, അതായത് ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പുറമേയാണ് അണിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചലിക്കുമ്പോൾ മണിശിഞ്ചിതം മുഴങ്ങുന്നതാണ് ഈ ആഭരണ വിശേഷം, അതായത് ദേവി അണിയുന്ന ആ അരഞ്ഞാണം എന്നുള്ളതാണ് ആ നാമത്തിൽ നിന്ന് അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 39ാമത്തെ നാമം കാമേശ ജ്ഞാതസൗഭാഗ്യമാർദ്ദവൂരുദ്വയാന്വിത. കാമേശനാൽ മാത്രം ജ്ഞാതമായ സൗഭാഗ്യവും മാർദ്ദവുമെന്ന ഊരുദ്വയത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ മനോമോഹനമാണ്. ഊരുദ്വയം എന്ന് പറഞ്ഞാൽ ദേവിയുടെ 2 തുടകളെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ കാമങ്ങളെ കീഴടക്കിയവനാണ് കാമേശൻ, അല്ലേ, നിഷ്കാമൻ. അപ്രകാരമുള്ള കാമാതീതന് മാത്രമേ ദേവിയുടെ ആഭ്യന്തര രഹസ്യം വെളിവായി കിട്ടുകയുള്ളൂ എന്ന് താല്പര്യമായിട്ട് നമ്മൾ ഈ നാമത്തിലൂടെ എടുക്കണം എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് അതിനെ നമ്മൾ കാണേണ്ടത് എന്നാണ്. അപ്പോൾ അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാലിൽ വീണു മധുമുണ്ടാരമിക്കുമൊരു വണ്ടാണു സുരിസുഹൃതി എന്ന് അനുഭൂതി രഹസ്യത്തിലേക്കാണ് ഈ മന്ത്രത്തിൻ്റെ ധ്വനി ചെന്നെത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്വൈതാനുഭൂതിയുടെ ചമത്കാരപൂർണമായിട്ടുള്ള കാൽപ്പനിക സങ്കല്പമാണ് ഈ നാമത്തിലൂടെ വെളിവാകുന്നത്. ബാഹ്യമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആ ഒരു അർത്ഥതലമല്ല നമ്മൾ അവിടെ കാണേണ്ടത് എന്ന് താല്പര്യം. ഇനി 40ാമത്തെ നാമം മാണിക്യമകുടാകാരജാനുദ്വയ വിരാജിതായൈ നമഃ. മാണിക്യം കടഞ്ഞൊരുക്കി മകുടാകാരമാക്കിയ മട്ടിലുള്ള ജാനുദ്വയം കൊണ്ട് വിരാജിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ മകുടം എന്ന് പറഞ്ഞാൽ കിരീടമാണ്. അപ്പോൾ മകുടാകാരം എന്ന് പറഞ്ഞാൽ കിരീടത്തിൻ്റെ ആകൃതി. അപ്പോൾ കാൽമുട്ടുകളുടെ ആകൃതിയുടെ സാമ്യം എന്നാണ്. ജാനുദ്വയം എന്ന് പറഞ്ഞാൽ 2 കാൽമുട്ടുകൾ. അപ്പോൾ ചുവന്ന രത്നം പതിച്ച കിരീടത്തിൻ്റെ ആകൃതിയിലുള്ള കാൽമുട്ടുകളെ കൊണ്ട് ശോഭിക്കുന്നവൾ എന്ന് നാമത്തിനർത്ഥമായിട്ട് വരുന്നു എന്നാണ്. ഇനി 41ാമത്തെ നാമം ഇന്ദ്രഗോപപരിക്ഷിപ്ത സ്മരദൂണാഭജംഗികായൈ നമഃ. ഇന്ദ്രഗോപം പൊതിഞ്ഞ സ്മരൻ്റെ തൂണത്തിൻ്റെ ആഭയുള്ള ജംഘകളോട് കൂടിയവൾ എന്നാണ് നാമത്തിനർത്ഥം. ഇന്ദ്രഗോപം എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങാണ്. അപ്പോൾ അതിൻ്റെ നിറം ചുവപ്പാണ് എന്നാണ്. അപ്പോൾ പരീക്ഷിപ്തം എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ, തൂണം എന്ന് പറഞ്ഞാൽ ആവനാഴി, ആഭ എന്ന് പറഞ്ഞാൽ ശോഭയാണ്, ജംഘ എന്ന് പറഞ്ഞാൽ കാൽവണ്ണകളാണ്. അപ്പോൾ മിന്നാമിനുങ്ങ് പൊതിഞ്ഞ മട്ടിൽ അരുണവർണ്ണം കൊണ്ട് വിളങ്ങുന്ന കാമദേവൻ്റെ ആവനാഴിയുടെ കാന്തി കവർന്ന
കാൽവണ്ണകളോട് കൂടിയവൾ എന്നാണ് ആ നാമത്തിന് നമ്മൾ സങ്കല്പിക്കേണ്ടുന്ന അർത്ഥം എന്നുള്ളതാണ്. അപ്പോൾ രത്നപ്രഭ വിതറുന്ന ഉള്ളിപ്പട്ട് സാരി കൊണ്ട് മറഞ്ഞ ദേവിയുടെ കണങ്കാലുകളുടെ അനന്യാദൃശ സൗകുമാര്യമാണ് ഇവിടെ നമുക്ക് ഈ നാമത്തിലൂടെ വെളിവായി കിട്ടുന്നത് എന്നുള്ളതാണ്. ഇനി 42ാമത്തെ നാദം ഓം ഗൂഢഗുൽഭായൈ നമ. ഗൂഢമായ ഒളിപ്പിക്കപ്പെട്ട ഗുൽഭത്തോടു കൂടിയവൾ. ഗുൽഭം എന്ന് പറഞ്ഞാൽ നെരിയാണി, ഉപ്പുറ്റി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ വസ്ത്രാഞ്ചലത്താൽ മറയപ്പെട്ട നെരിയാണിയോട് കൂടിയവൾ അല്ലെങ്കിൽ ഉപ്പുറ്റിയോട് കൂടിയവൾ എന്നാണ്. ഇനി 43ാമത്തെ നാമം കൂർമ്മപൃഷ്ടജയിഷ്ണു പ്രപദാന്വിതായൈ നമ. ആമയുടെ പുറന്തോട് പോലെ ശ്ലഷ്ണവും മിനുസവുമായിട്ടുള്ള പാദങ്ങളുടെ പുറം വടിവോട് കൂടിയവൾ എന്നാണ്. കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമയാണ്, നമുക്കറിയാം. കൂർമ്മപൃഷ്ടം എന്ന് പറഞ്ഞാൽ ആമയുടെ പുറന്തോട്. അപ്പോൾ ജയിഷ്ണു എന്ന് പറഞ്ഞാൽ ജയശീലമുള്ളത് എന്നാണ്. പ്രപദം എന്ന് പറഞ്ഞാൽ പാദത്തിൻ്റെ പുറവടിവ്. അപ്പോൾ സാമുദ്രിക ലക്ഷണപ്രകാരമുള്ള ഒരു സൗന്ദര്യശാസ്ത്രത്തിൽ നിന്നാണ് ഈ വക അർത്ഥങ്ങളൊക്കെ വരിക എന്നുള്ളത്. അപ്പോൾ പാകത്തിൻ്റെ മുകൾ ഭാഗം ഉയർന്നിരിക്കണം എന്നാണ് സാമുദ്രിക ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നത്. ഇനി 44ാമത്തെ നാമം നഖദീതി സഞ്ചന്ന നമജ്ജന തമോ ഗുണായൈ നമ. നവജനങ്ങളുടെ തമോ ഗുണങ്ങളെ സഞ്ചന്നമാക്കുന്ന നഖദീതിയോട് കൂടിയവൾ. നഖദീതി എന്ന് പറഞ്ഞാൽ നഖങ്ങളിൽ നിന്നും ഉതിരുന്ന കിരണങ്ങളുടെ പ്രഭ എന്നാണ്. സംഛന്നം എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ടത്. നമജ്ജനം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ജനം എന്നാണ്. അപ്പോൾ ദേവിയുടെ കാൽനഖങ്ങളിൽ നിന്നുയരുന്ന കിരണപ്രഭ കാൽക്കൽ നമസ്കരിക്കുന്ന ഭക്തജനങ്ങളുടെ എല്ലാ തമോഭാവങ്ങളെയും തുടച്ചു മാറ്റിക്കളയുന്നു എന്ന നാമത്തിലൂടെ നമുക്ക് അർത്ഥമായിട്ട് ധരിക്കാവുന്നതാണ്. ദേവിയുടെ പാദപൂജ എല്ലാ അജ്ഞാന തിമിരങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമജ്ജനം എന്നതുകൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് ദേവിയുടെ പാദകമലങ്ങൾ അദൃശ്യമാണല്ലോ. അപ്പോൾ ബ്രഹ്മാവിഷ്ണു ദേവന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. അപ്പോൾ അവരുടെ മനോമാലിന്യങ്ങളെ പോലും ദേവിയുടെ പാദസ്പർശം ദൂരീകരിക്കുന്നു എന്നുള്ള ഭാവാർത്ഥത്തിലാണ് ഈ നാമത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. അപ്പോൾ മത്സ്യപുരാണത്തിലും പത്മപുരാണത്തിലും അത്തരം കഥാസന്ദർഭങ്ങൾ ധാരാളമായിട്ട് വിവരിക്കുന്നുണ്ട്. ദേവന്മാർ ദേവിയുടെ പാദത്തിൽ തലയണയ്ക്കുമ്പോൾ ദേവിയുടെ കാൽനഖേന്ദു മരീചികൾ ദേവന്മാരുടെ രത്നകിരീടങ്ങളെ നിഷ്പ്രഭമാക്കുന്നു എന്നും ഭാസ്കരരായർ പറഞ്ഞതായിട്ട് കാണാറുണ്ട് അല്ലേ. ഇനി 45ാമത്തെ നാമം പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹായൈ നമ. സരോജങ്ങളെ പരാകൃതമാക്കിയ പദദ്വയത്തിൻ്റെ പ്രഭാജാലത്തോടു കൂടിയവൾ എന്ന് നാമത്തിനർത്ഥം. അപ്പം പരാകൃതം എന്ന് പറഞ്ഞാൽ പരാജിതമാക്കപ്പെട്ടത്. സരോരുഹം എന്ന് പറഞ്ഞാൽ താമരപ്പൂവാണ്. അപ്പോൾ ദേവിയുടെ പാദങ്ങളുടെ കാന്തിയും മാർദ്ദവവും ശുദ്ധിയും സുരഭിലതയും താമരപ്പൂക്കളെ കൂടി പരാജിതമാക്കുന്നു. താമരപ്പൂക്കൾ അവ്യക്ത ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭ്രമരങ്ങളെ ആകർഷിക്കുമ്പോഴാണ് ദേവിയുടെ പാദസൗകുമാര്യം കവികോകിലങ്ങളെയാണ് ഇത് കൂടുതൽ ആകർഷിക്കുന്നത് എന്ന് പറയാണ്ട് തരമില്ല അല്ലേ. കവികളുടെ ഭാവനയൊക്കെ കൂടുതൽ ഉത്തേജനമായിട്ട് വരുന്നത് അപ്പോഴാണെന്നാണ്. അപ്പോൾ താമരപ്പൂക്കളുടെ ആകർഷണ വലയത്തിനൊരു പരിമിതിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദേവിയുടെ പാദകമലങ്ങളുടെ ആകർഷണ ശക്തിക്കാകട്ടെ യാതൊരു പരിധിയും കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. അപ്പോൾ കാലദേശങ്ങൾ കടന്നും അതിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും പ്രസരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 46ാമത്തെ നാമം ശിഞ്ചാനമണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജായൈ നമ. മധുരമായിട്ട് ശബ്ദിക്കുന്ന രത്നഖചിതമായിട്ടുള്ള തങ്കച്ചിലമ്പണിക കൊണ്ട് കമനീയവും ഐശ്വര്യസമ്പൂർണവുമായ പാദകമലങ്ങളോട് കൂടിയവൾ എന്നാണ് നാമത്തിന് പൊതുവായിട്ട് അർത്ഥം വരുന്നത്. ശിഞ്ചാനം എന്ന് പറഞ്ഞാൽ കിലുങ്ങുന്ന എന്നാണ്. മണിമഞ്ജീരം എന്ന് പറഞ്ഞാൽ രത്നം പതിച്ച ചിലമ്പ് എന്നാണ് അർത്ഥം. മണ്ഡിതം എന്ന് പറഞ്ഞാൽ അലങ്കൃതം. ശ്രീ എന്ന് പറയുമ്പോൾ ഐശ്വര്യപൂർണം. പാദാംബുജം എന്ന് പറഞ്ഞാൽ പാദങ്ങളാകുന്ന താമരപ്പൂവ്.
അപ്പോൾ സാധനാവസരങ്ങളിലൊക്കെ ദേവിയുടെ പാദസരത്തിൻ്റെ ഈ ശിഞ്ചിതധ്വനി വിവിധ താളങ്ങളിൽ ശ്രവിക്കാറുണ്ട് എന്ന് ഉപാസകന്മാരായിട്ടുള്ള ആളുകൾ പല സ്ഥലത്തും രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി 47ാമത്തെ നാമം മരാളി മന്ദഗമനായൈ നമ. അരയന്നപ്പടയുടെ ഗമനം പോലെ മന്ദം മന്ദം സഞ്ചരിക്കുന്നവൾ എന്ന് നാമത്തിനർത്ഥം. മരാളി എന്ന് പറഞ്ഞാൽ അരയന്നപ്പിട എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ധൃതിയുമില്ലാത്ത നടപ്പാണ് അല്ലേ അരയന്നത്തിൻ്റെ. എല്ലാം വേണ്ടതുപോലെ അറിഞ്ഞ് വേണ്ടപ്പോൾ വേണ്ടത് ചെയ്യാനായിട്ടറിയുന്ന ആളിന് ഒരിക്കലും ഒന്നിലും ധൃതി ഉണ്ടാവില്ല. അപ്പോൾ സർവജ്ഞയും സർവശക്തിയുമായിട്ടുള്ള ദേവിക്കുണ്ടോ പിന്നെ ഉത്കണ്ഠ? അതുകൊണ്ടാണ് ദേവി അന്നക്കൊടിയെപ്പോലെ മന്ദമന്ദം സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി 48ാമത്തെ നാമം മഹാലാവണ്യശേവധി. ഉത്കൃഷ്ടമായ ലാവണ്യങ്ങൾക്ക് മുഴുവൻ ഇരിപ്പിടമായവൾ എന്നാണ് നാമത്തിനർത്ഥം. അതായത് ശേവധി എന്ന് പറഞ്ഞാൽ ഖജനാവ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ദേവിയുടെ അതുല്യ സൗന്ദര്യം വർണ്ണിക്കാനായിട്ട് ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള കവീന്ദ്രന്മാർ പോലും അശക്തരാണ് എന്ന് സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ സൗന്ദര്യലഹരി വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതിൽ 12ാമത്തെ ശ്ലോകം ത്വദീയം സൗന്ദര്യം തുഹിനഗിരി കന്യേ തുലയിതം കവീന്ദ്രാകൽപ്പന്തേ കഥമപി വിരിഞ്ച പ്രഭുതയാ യഥാ ലോകൗത്സുക്യാദമര ലലനായാന്തി മനസാ ദുഷ്പ്രാപമപി ഗിരീശ സായുജ്യ പദവീം. അല്ലയോ ഹിമഗിരി കന്യേ ദേവി, അവിടുത്തെ സൗന്ദര്യം വർണ്ണിക്കാൻ ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള കവീന്ദ്രന്മാർ പോലും പാടുപെടുന്നു. അമരസുന്ദരിമാർ പോലും അവിടുത്തെ അനുരൂപമായിട്ടുള്ള ലാവണ്യം കാണുവാനാണ് കഠിനമായിട്ടുള്ള തപോവൃത്തികൾ കൊണ്ടുപോലും നേടാനാകാത്ത ശ്രീപരമേശ്വരൻ്റെ സായുജ്യപദത്തെ മനസ്സുകൊണ്ട് പ്രാപിക്കുന്നത് എന്നാണ് ആ ശ്ലോകത്തിനർത്ഥമായിട്ടുള്ളത്. അപ്പോൾ ആ ദേവിയുടെ അതുല്യമായിട്ടുള്ള സൗന്ദര്യത്തെയാണ് ആ നാമം കൊണ്ട് വർണ്ണിക്കുന്നത് എന്നുള്ളതാണ്. ഇനി 49ാമത്തെ നാമം ഓം സർവാരുണായൈ നമ. സർവവും ചുവപ്പുമയമായവൾ എന്നാണ്. അപ്പോൾ സ്ഥൂലസങ്കല്പത്തിൽ ദേവിയുടെ നിറം, ഹാരം, ആഭരണങ്ങൾ, ആടകൾ എല്ലാം ചുവപ്പാണെന്ന് നേരത്തെ നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട്. ഇനി സൂക്ഷ്മത്തിലോ ആവട്ടെ സൃഷ്ടിസ്ഥിതി സംഹാര രൂപമായിട്ടുള്ള കർമ്മ കലാപങ്ങളിലെ വ്യാപൃതയായ ദേവി രജോ ഗുണത്തിൽ വർത്തിക്കുന്നുവെന്നും രജോ ഗുണം ചുവപ്പുമാണല്ലോ. അപ്പോൾ ശിവൻ പ്രകാശവും ദേവി വിമർശവുമാണെന്ന് നേരത്തെ നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട്. വിമർശം എന്ന് പറഞ്ഞാൽ ചുവപ്പ് വർണ്ണം എന്നാണ് അർത്ഥം. ഇനി 50ാമത്തെ നാമം അനവദ്യാംഗീ നമ. ദേവിയുടെ ഓരോ അംഗവും വന്ദനീയവും മഹനീയവുമാകുന്നു. സർവാവയവ സുന്ദരിയാണ് ദേവി എന്ന് ഈ നാമത്തിലൂടെ അർത്ഥമായിട്ട് എടുക്കുക. അവദ്യം എന്ന് പറഞ്ഞാൽ നിന്ദ്യം എന്നാണ് അർത്ഥം. അനവദ്യം എന്ന് പറഞ്ഞാൽ വന്ധ്യം എന്നാണ് അർത്ഥം. ഇനി 51ാമത്തെ നാമം സർവാഭരണഭൂഷിതായൈ നമ. സകലവിധ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടവൾ. ശിരസിൽ ചൂടാരത്നം മുതൽ ഉരസിലെ രത്നാഭരണങ്ങൾ തുടങ്ങി പാദസരം മിഞ്ചി വരെയുള്ള സകല ആഭരണവിശേഷങ്ങളും യഥാർഹമണിഞ്ഞ് പരിലസിക്കുന്നവളാണ് ദേവി എന്നാണ്. അപ്പോൾ സർവാഭരണഭാസുര എന്നും ഈ നാമത്തിന് വേറൊരു പാഠഭേദം ചില പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സർവാഭരണഭാസുര എന്നായാലും സർവാഭരണഭൂഷിത എന്നായാലും അർത്ഥത്തിൽ വ്യത്യാസം വരുന്നില്ല. രണ്ടും ശരിയായിട്ടുള്ള നാമം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കാലികാപുരാണത്തിൽ 40 തരം ആഭരണങ്ങൾ ദേവിക്ക് കേശാദിപാദം മുതൽ അണിയാനായിട്ടുള്ള വിധികളൊക്കെ കാണാനായിട്ട് സാധിക്കും. പരശുരാമ കൽപ്പസൂത്രത്തിലാണ് 4ാം ഖണ്ഡത്തിൽ ദേവിയുടെ ആഭരണങ്ങൾക്ക് ക്ലിപ്തിയില്ല എന്നും
വ്യക്തമാക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെ ദേവിയുടെ, അതായത് ഈ 51ാമത്തെ നാമം വരെ ദേവിയുടെ സ്ഥൂല ശരീര വർണ്ണനയാണ് നമ്മൾ കണ്ടത്. ഇനി ദേവിയുടെ ഇരിപ്പിടത്തെയാണ് വർണ്ണിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 52ാമത്തെ നാമം ശിവകാമേശ്വരാംഗസ്ഥായൈ നമ. ശിവൻ കാമേശ്വരൻ്റെ അംഗതലത്തിൽ, അതായത് മടിത്തട്ടിൽ ഇരിക്കുന്നവൾ എന്നാണ്. ശിവൻ എന്നുള്ള പദത്തിന് തന്നെ ഇവിടെ നിഷ്കളങ്കാത്മാവെന്നും ജീവനെന്നും ഈശ്വരനെന്നും ഒക്കെ അവസ്ഥാഭേദങ്ങളില്ലാതെ സച്ചിദാനന്ദമൂർത്തി എന്നൊക്കെയാണ് അർത്ഥം എന്ന് നമ്മൾ ധരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി കാമേശ്വരൻ എന്ന് പറഞ്ഞാൽ കാമങ്ങളുടെ ഈശ്വരൻ, ഇച്ഛകൾക്ക് അധീശൻ, സ്വേച്ഛ പോലെ ഏത് രൂപവും ധരിക്കാൻ ശക്തൻ. ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ കാമനെ അല്ലെങ്കിൽ മനസ്സിജനേമെന്നവൻ, കാമരഹിതൻ, സങ്കല്പ വികല്പങ്ങൾക്കതീതമായിട്ടുള്ള നിഷ്കള ബ്രഹ്മരൂപത്തെ അധിവസിക്കുന്നവൾ എന്നും ഈ നാമത്തിന് അർത്ഥമായിട്ടെടുക്കാം എന്നാണ്. അപ്പോൾ കാമം എന്ന് പറഞ്ഞാൽ പ്രജ്ഞാനമാണ്, പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ്, പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് ശ്രുതി വചനം തന്നെ. ആ ശിവൻ പ്രപഞ്ച സൃഷ്ടി ഇച്ഛിച്ചു എന്നും ശ്രുതിയിൽ കാണാം എന്നാണ്. അപ്പോൾ സ്വകാമയത, അവൻ ആഗ്രഹിച്ചു. അങ്ങനെ പ്രപഞ്ച സൃഷ്ടി ഇച്ഛിച്ച ശിവൻ്റെ ഇടത് മടിത്തട്ടിൽ ഇരുന്നരുളുന്നവൾ എന്നൊക്കെയാണ് ആ നാമത്തിന് നമുക്ക് അർത്ഥമായിട്ട് എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി 53ാമത്തെ നാമം ഓം ശിവായൈ നമ. സകല മംഗളങ്ങളും നൽകുന്നവൾ. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം. അപ്പോൾ ശൈവ ആഗമപ്രകാരം നോക്കുകയാണെങ്കിൽ സർവന്തര്യാമിയായി, സർവസാക്ഷിയായി, സർവജ്ഞയായിട്ടിരിക്കുന്ന ശക്തിയാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ശിവശബ്ദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ശിവ. ഈ ലിംഗഭേദം വ്യവഹാരത്തിൽ മാത്രമേ ഉള്ളൂ, പരമാത്മാവിനും ശിവ എന്ന് പറയാറുണ്ട് എന്നാണ്. അപ്പോൾ ശിവലോകം പ്രദാനം ചെയ്യുന്ന മഹേശ്വരിയും ശിവ എന്നറിയപ്പെടുന്നു എന്ന് താല്പര്യം. അപ്പോൾ അഗ്നിക്ക് ചൂട് പോലെ, സൂര്യന് പ്രഭ പോലെ, ചന്ദ്രന് നിലാവെന്ന പോലെ ശിവന് ശിവ അഭിന്നയാണ് എന്ന് ആഗമശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഈ നാമത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. സകല മംഗളങ്ങളെയും അരുളുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അമ്മയെ ധ്യാനിക്കാം. ഇനി 54ാമത്തെ നാമം ഓം സ്വാധീനവല്ലഭായൈ നമ. വല്ലഭനെ സദാ സ്വാധീനത്തിൽ നിർത്തിയിരിക്കുന്നവൾ. വല്ലഭൻ എന്ന് പറഞ്ഞാൽ പതിയാണ്. അപ്പോൾ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് ത്രിമൂർത്തികൾ ശക്തന്മാരാകുന്നത് പോലും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് സൂതസംഹിതയിൽ പറയുന്നു. സൗന്ദര്യലഹരി, ശുഭോദയം തുടങ്ങിയിട്ടുള്ള തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഭാര്യമാർക്ക് അവരുടെ വല്ലഭന്മാരെ സ്വാധീനത്തിൽ തന്നെ നിർത്താൻ അനുഗ്രഹം പ്രദാനം ചെയ്യുന്നവളെന്നും ഈ നാമത്തിന് വേണമെങ്കിൽ നമുക്ക് അർത്ഥമായിട്ട് കൽപ്പിക്കാം എന്നുള്ളതാണ്. പുരാണ കഥയിലൊക്കെ മഹാഭാരതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ശയ്യാദിയുടെ മകളായിട്ടുള്ള സുകന്യ ച്യവന മഹർഷിയുടെ ഭാര്യയാകേണ്ടി വന്ന കഥയൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതല്ലേ. വിരൂപനും വൃദ്ധനുമായിട്ടുള്ള ച്യവന് അശ്വിനീപുത്രന്മാരെ യൗവനവും തങ്ങളുടെ തന്നെ രൂപ സാദൃശ്യവും പ്രദാനം ചെയ്തിട്ട് തുല്യരൂപികളായിട്ടുള്ള തങ്ങളിൽ ഒരാളെ ഭർത്താവായിട്ട് വരിക്കാൻ സുകന്യയോട് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ധർമ്മസങ്കടത്തിലായ സുകന്യ ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ച്യവനനെ തന്നെ വല്ലഭനായിട്ട് വരിക്കാൻ സാധിച്ചത് എന്നുള്ള കഥയൊക്കെ മഹാഭാരതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ശചീദേവി ഇന്ദ്രനെ തൻ്റെ അധീനതയിൽ വച്ചുകൊണ്ടിരിക്കുന്നതും ഈ ദേവിയുടെ പ്രസാദത്താലാണ് എന്ന് ദേവി ഭാഗവതത്തിലും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി 55ാമത്തെ നാമം സുമേരുമധ്യശൃംഗസ്ഥായൈ നമ. സുമേരുവിൻ്റെ നടുവിലെ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നവൾ. ശൃംഗം എന്ന് പറഞ്ഞാൽ കൊമ്പ്, കൊടുമുടി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം തന്ത്രശാസ്ത്രപരമായിട്ട് വേണം കാണാൻ എന്നുള്ളതാണ്. കാരണം നട്ടെല്ലിനെ മേരുദണ്ഡം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ മേരുദണ്ഡത്തിൻ്റെ അടിയറ്റം ത്രികോണമാണ് എന്നുള്ളത്
പ്രത്യേകതയുണ്ട്. അപ്പോൾ മുകളറ്റം ശിരസ്സിലെ സഹസ്രാര ചക്രത്തിലെ ബിന്ദുവുമാണ്. അപ്പോൾ ഈ ത്രികോണവും ബിന്ദുവുമാണ് ശ്രീചക്രത്തിൻ്റെ ആദ്യമണ്ഡലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ശ്രീചക്രത്തിലെ ഭുജങ്ങൾ ഓരോന്നും കൊടുമുടികളാണ് എന്നാണ്. അപ്പോൾ അവയിൽ ആണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബിന്ദുസ്ഥാനവും കൊടുമുടി തന്നെയാണ്. അപ്പോൾ ദുർഗമസ്ഥാനം എന്ന അർത്ഥത്തിലാണ് ഇവിടെ കൊടുമുടി എന്ന് വ്യവഹരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പരാശക്തി ഈ ബിന്ദുമണ്ഡലത്തിലാണ് വർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സുമേരുവിന് 4 കൊടുമുടികളുണ്ടെന്നും അതിൽ മധ്യശൃംഗത്തിലാണ് ദേവിയും മറ്റ് 3 ശൃംഗങ്ങളിൽ ത്രിമൂർത്തികളും സ്ഥിതി ചെയ്യുന്നു എന്നാണ് ലളിതാസ്തവത്തിൽ 2 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ സുമേരു ശൃംഗമധ്യസ്ഥ എന്നും ഈ നാമത്തിനൊരു പാഠഭേദം കാണാറുണ്ട്. ചിലർ സുമേരു മധ്യശൃംഗസ്ഥ എന്ന് പറയും, ചിലർ സുമേരു ശൃംഗമധ്യസ്ഥ എന്നും പാഠഭേദമായിട്ട് കാണാറുണ്ട്. ഏതായാലും അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല, നാമത്തിന് മാത്രമേ പാഠഭേദമായിട്ട് കണ്ടിട്ടുള്ളൂ. ഇന്നത്തെ ഈ സർഗം ഇവിടെ നമുക്ക് പൂർണ്ണമാക്കാം. അടുത്ത ദിവസം അടുത്ത നാമം മുതൽ നമുക്ക് അനുസ്മരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്यै നമഃ.